സോ അതുകൊണ്ടാണ് പറയുന്നത് ഹോമോഫോബി എന്നത് തനിയെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അതിനു മുമ്പ് ഈ വീഡിയോ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ, ഇമോഷണൽ ആകാതെ, തോട്ട്ഫുള്ളായിട്ട്, സെൻസിബിളായിട്ട്, റാഷണലായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതുവെല്ലാം മനസ്സിലാവും. ഹോമോസെക്ഷുവാലിറ്റി എന്നത് ഒരു ജെൻഡറിലുള്ള ആൾക്ക് അതേ ജെൻഡറിലുള്ള മറ്റൊരാളോട് തോന്നുന്ന റൊമാൻറ്റിക് അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ ആണ്. ആൻഡ് ഇതിനോട് തോന്നുന്ന ഇറാഷണൽ ഫിയർ, പ്രജുഡിസ് ആൻഡ് ഹോസ്റ്റിലിറ്റിയാണ് നമ്മൾ ഹോമോഫോബിയ എന്ന് വിളിക്കുന്നത്. പലർക്കും ഹോമോഫോബി ഇൻഹറൻ്റ്ലി ഉണ്ടാകുന്നതല്ല, പകരം സൊസൈറ്റിയിലെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളുടെ സൊസൈറ്റി ഒരു മെജോറിറ്റേറിയൻ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ നോർമലായിട്ട് കാണുന്നത്. ഇവിടെ ഹെട്രോസെക്ഷലായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഹെട്രോസെക്ഷുവാലിറ്റി നമ്മൾ നോർമൽ അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് കാണുന്നു. ഈ ഒരു നോമിൽ ഉൾപ്പെടാത്തതുകൊണ്ട് തന്നെ ഹോമോസെക്ഷുവാലിറ്റിയെ നമ്മൾ ഡീവിയൻ്റ് ആയിട്ടും അബ്നോർമലായിട്ടും ത്രെറ്റനിങ്ങുമായിട്ടുമാണ് കാണുന്നത്. ഇത് മനസ്സിലാകാൻ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളുടെ നാട്ടിൽ ആണുങ്ങൾക്ക് മുടി വളർത്താനായിട്ട് ഒരു ലെവലുണ്ട്. ആ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഞ്ചാവാണെന്ന് ഒരു നെഗറ്റീവ് സെൻസ് നമ്മളിൽ അവർ അടിച്ചേൽപ്പിക്കും. പക്ഷെ ശരിക്കും ഇങ്ങനെ ഒരു നോമില്ല. എല്ലാവരും ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ റിലീജിയന്, ട്രഡീഷന്, നാഷണലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റിനെ ആംപ്ലിഫൈ ചെയ്യുന്നത്. ഹോമോസെക്ഷുവാലിറ്റിക്കെതിരായിട്ടുള്ള ഹെയ്റ്റിനും ഇത് തന്നെയാണ് കാരണം. ഇനി വ്യക്തിപരമായിട്ട് നോക്കിയാൽ ആളുകൾക്ക് ഹോമോഫോബി ഉണ്ടാകാൻ കാരണം അവരൊരു ഗ്രൂപ്പിൻ്റെ പാർട്ടായതുകൊണ്ടും ആ ഗ്രൂപ്പിൻ്റെ വാലിഡേഷൻ കിട്ടേണ്ടതുകൊണ്ടുമാണ്. സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി വെച്ചിട്ട് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി പറയുമ്പോഴേ മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഇത് നാച്ചുറൽ അല്ല, ഇല്ലോജിക്കലാണെന്ന്. പക്ഷേ ഇത് തികച്ചും നാച്ചുറലുമാണ്, അതേപോലെ തന്നെ ബയോളജിക്കലുമാണ്. ഇതേ കാര്യം തന്നെ ഏതാണ്ട് 1000-ഓളം സ്പീഷീസിനെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇതിലിപ്പോൾ അൺനാച്ചുറലായിട്ടൊന്നുമില്ല. ലോജിക്കില്ലാത്തത് ശരിക്കും ഇങ്ങനെ ചിന്തിക്കാത്തവർക്കായിരിക്കും. പണ്ട് ലോജിക്കലാണെന്ന് വിചാരിച്ച് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന കാര്യങ്ങളാണ് സതിയും അൺടച്ചബിലിറ്റിയും ഒക്കെ. ആൻഡ് ടുഡേ ഇറ്റ് ടേൺസ് ഔട്ട് ടു ബി എ സ്റ്റുപ്പിഡ് തിങ്. അത് ഇല്ലോജിക്കലാണെന്ന് നമുക്ക് മനസ്സിലായി. അന്ന് നമ്മൾ റാഷണൽ തിങ്കിങ്ങും എഡ്യൂക്കേഷനും ഒക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഇല്ലോജിക്കൽ പ്രാക്ടീസസിനെ മറികടന്നത്. എന്നാൽ ഇന്ന് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടും എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് ലിറ്ററസിയിൽ മുന്നിലായിട്ട് നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, അത് ഈ ജനറേഷനിലുള്ള ആളുകൾക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇറ്റ്സ് സങ്കടകരം. സോ പൊട്ടക്കണത്തിലെ തവളയെ പോലെ കൺസർവേറ്റീവായിട്ട്, നാരോ ആയിട്ട്, ഇമോഷണലായിട്ട് ചിന്തിക്കാതെ എഡ്യൂക്കേഷനും മറ്റും കൊണ്ട് റാഷണലായിട്ടും ബ്രോഡായിട്ടും ചിന്തിക്കുകയാണെങ്കിൽ മറ്റു പല ഇല്ലോജിക്കൽ പ്രാക്ടീസസിനെ മറികടന്നുകൊണ്ട് തന്നെ ഹോമോഫോബിക് സൊസൈറ്റിയെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. വാട്ട് എവർ ഐഡിയോളജി യു ഫോളോ, ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ ലൈഫ് ഓഫ് അതർ പീപ്പിൾ.